ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോഴും ജലദോഷവും പനിയും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ജലദോഷം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് വരുന്ന രോഗത്തിനനുസരിച്ച് അവരുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ റുട്ടീനിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ബെനിഫിറ്റായിട്ട് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മരുന്ന് കഴിക്കാതെ തന്നെ വളരെ റിലാക്സ് ആയിട്ട് പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് അവരിയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇതിപ്പം നല്ല ജലദോഷവും ചുമയാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു 1 ഡേയിലെ ഫുൾ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ അരച്ചിട്ട് വേണമെങ്കിലും അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാം. ഞാനിപ്പം നമ്മുടെ പഴയ കല്ലിലിട്ട് ഇടിച്ചതിന് ശേഷം കൈകൊണ്ടാണ് പിഴിഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് ഒരു തുണി കൊണ്ട് പിഴിഞ്ഞെടുക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. എന്നാൽ തന്നെ മാക്സിമം നമുക്കിപ്പോൾ വേണ്ടിയത് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ അത്ര അളവിൽ ഇഞ്ചിയുടെ നീരാണ് ആവശ്യം. ഈ പിഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ ചണ്ടി കളയാതെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പിടി തുളസിയില എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ തുളസിയിലയും ഞാൻ കയ്യിൽ ഞെരടി അതിൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഇഞ്ചിയും തുളസിയിലയും കൂടെ ഒരുമിച്ച് ഒരു മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചതിന് ശേഷം വെള്ളത്തുണിയിലേക്ക് നല്ലൊരു തുണിയിൽ ഉപയോഗിച്ച് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഉണ്ടാക്കുന്നത് ഒരു ചെറിയ ഹെൽത്ത് ഡ്രിങ്കാണ്. ഇത് ഞാൻ എല്ലാ ദിവസവും കൊടുക്കാറില്ല. ഭയങ്കര കഫത്തിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ത്രോട്ടിന് ഭയങ്കര ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ കണ്ടാൽ മാത്രമാണ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എടുത്തതിൻ്റെ ബാലൻസ് എല്ലാം ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ല തേനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളവുമായിട്ട് യോജിക്കില്ല. ആ തേൻ അങ്ങനെ തന്നെ ഗ്ലാസ്സിന് അടിയിൽ പോയിട്ട് അങ്ങനെ സെഡിമെൻ്റ് ചെയ്ത് കിടക്കുക ചെയ്യുക. പക്ഷേ എൻ്റെ തേൻ കുറച്ച് പഴകിയതാണ്, ഓൾറെഡി അതിനകത്ത് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തേൻ അത്ര നല്ലതല്ല കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്തേക്കുന്നത് നാരങ്ങ നീരാണ്. അപ്പം ഒരു ചെറിയ നാരങ്ങയുടെ അരമുറി നീരാണ് ഞാൻ ചേർത്തേക്കുന്നത്. വളരെ കുറച്ച് മതി. ബാക്കി ഇഞ്ചിയും തുളസി നീരാണെങ്കിലും നമ്മൾ ചേർക്കുമ്പോൾ ഒരേ അളവിൽ തന്നെ ചേർക്കുക. തേൻ ഒരു ചെറിയ മധുരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേനിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇനി ഇതിനകത്തേക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ചേർത്തേക്കുന്നത്. നല്ലതുപോലെ ഇളക്കുക. അതുപോലെ തന്നെ നമ്മളിത് അരിച്ചെടുത്തതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറ്. ഇതങ്ങനെ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഒരു നാരങ്ങ വെള്ളം കുടിക്കുന്ന അതേ ടേസ്റ്റാണ്. ഇഞ്ചിയുടെ രസമൊന്നും അങ്ങനെ മുൻപോട്ട് നിൽക്കില്ല. അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടി ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് തിളയ്ക്കാൻ ഇട്ടേക്കാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തുളസിയിലയും കൂടി ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് അടച്ച് വെച്ച് തിളയ്ക്കണം. തിള വീണതിന് ശേഷം പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ തിളച്ച് ഒന്ന് വറ്റുന്നത് നല്ലതാട്ടോ. അപ്പോൾ ഞങ്ങളിനി ഇത് ലൈം ജ്യൂസ് ആണെന്ന് പറഞ്ഞ് കൊടുത്താലാണ് പെട്ടെന്ന് കുടിക്കുക. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് കുടിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങനെ കഫത്തിൻ്റേതായ ബുദ്ധിമുട്ടുകളൊന്നും ഭയങ്കര രൂക്ഷമായിട്ടുണ്ടാവില്ല. എന്നാലും ചുമയൊക്കെ ചുമയ്ക്കുമ്പോൾ നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ അറിയാം ഉള്ളിൽ ഇനിയും കഫം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇതിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. ഇത് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ട്രൈ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ കോൾഡിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളും പെട്ടെന്ന് തന്നെ കുറയും. അപ്പം പലപ്പോഴും നമ്മൾ ചിന്തിക്കും, അയ്യോ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന നേരത്തിന് ഒരു കഫ് സിറപ്പ് വാങ്ങി കൊടുക്കുന്നതല്ലേ എളുപ്പം എന്ന്. ഞാൻ മാക്സിമം അതിനോടൊക്കെ എതിരാണ്. നമ്മൾ അങ്ങനെ ഒരു മെഡിസിനോ അല്ലെങ്കിൽ ഒരു സയൻസിനെതിരെന്നല്ല ഉദ്ദേശിച്ചത്. മാക്സിമം നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത് ഏതൊരു ഇതിലാണെങ്കിലും മെഡിസിൻസ് കൊടുക്കുന്നത് കുറച്ചുകൊണ്ട് രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിൽ വർദ്ധിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. അത് നാച്ചുറലായിട്ട് കഴിയില്ല എന്ന് പലരും വിചാരിക്കുന്നവരുണ്ട്. ഒരുപാട് ആളുകളുണ്ട് അതൊന്നും നടക്കില്ല, അതൊക്കെ വെറും ഫേക്കാണെന്ന് പറയണേ. പക്ഷെ അങ്ങനെയല്ല. ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട്, ഭയങ്കര അമേസിങ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഇത് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളമാണ്. ഈ വെള്ളം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാസ്കിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കും. ഇത് കുറച്ചിപ്പോൾ ഞാൻ അവർക്ക് ചെറിയ ചൂടൊന്ന് ആറിച്ചതിന് ശേഷം ഒരു കുപ്പിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അവർക്ക് ഡെയിലി കൊടുക്കുന്നൊരു സംഭവം ഇതാണ്, സിതോപ്പലാദി ചൂർണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആയുർവേദ ഷോപ്പിലെല്ലാം തന്നെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് 30 ഗ്രാമിന് ഏകദേശം 50 രൂപയാണ് ഇതിൻ്റെ വില. ഈ സിതോപ്പലാദി ചൂർണം ഡയറക്റ്റ് കഴിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് അവർക്ക് ഡയറക്റ്റ് തന്നെ കൊടുക്കാം. ഭയങ്കര സോഫ്റ്റ് പൊടി ആയതുകൊണ്ട് നെറുകയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തേൻ ചേർത്തും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവരിപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് കഴിക്കുന്നുള്ളതുകൊണ്ട് അങ്ങനെ ജലദോഷം അല്ലെങ്കിൽ ചുമയുടെയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ കൊടുക്കുന്നതുകൊണ്ട് ഇവർക്കപ്പോൾ അത് ശീലമായിട്ടുണ്ട്. ഇതിനൊരു ചെറിയ എരിവാണ്, ഒരു ചെറിയ ചൊടുപ്പ് പോലെയൊക്കെ ഉണ്ട്.
അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഒന്നും കഴിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ കഴിക്കുന്ന ഫോമിലേക്ക് അതിനെ മാറ്റിയിട്ട് കൊടുക്കുക. ഇത് ഒരു 3 ഗ്രാമൊക്കെ കൊടുത്താൽ മതി. ഇപ്പം 2 വയസ്സൊക്കെ ഉള്ള കുഞ്ഞാണെങ്കിൽ ഒരു 3 ഗ്രാമിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അപ്പം സ്പൂൺ എടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഞാൻ ഈ പേപ്പറിൽ ആക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുളിപ്പിക്കുമ്പോൾ തുളസിയിലയും പനിക്കൂർക്കലും ഇട്ട വെള്ളത്തിലാണ് കുളിപ്പിക്കാറ്. അതിനുശേഷം രാസ്നാദി പൊടിയാണ് നെറുകയിൽ ഇട്ട് കൊടുക്കുന്നത്. ഈ കുളിപ്പിക്കുമ്പം ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ കുളിപ്പിക്കാതിരിക്കരുത്. ജലദോഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുളിപ്പിക്കാതിരിക്കരുത്, കുളിപ്പിക്കുക തന്നെ വേണം. അതിനുശേഷം നെറുകയിൽ കുറച്ച് രാസ്നാദിപ്പൊടിയോ കച്ചൂരാതി ചോറിനോ ഇട്ട് കൊടുക്കാം. പിന്നെ ചെയ്യുന്നൊരു കാര്യം, സന്ധ്യ ആകുന്ന സമയത്ത് ഇവർക്ക് നല്ലതുപോലെ ആവി പിടിപ്പിക്കും. അപ്പോൾ ആവി പിടിപ്പിക്കാനായിട്ട് ഇതുപോലെ തന്നെ തുളസിയിലയും പനിക്കൂർക്കലും ഒരു 8 മുതൽ 10 വരെ കുരുമുളക് ചതച്ചതും ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളമാണിത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്തിരുന്നും പിടിക്കാം, അല്ലാതെയും ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട് നല്ലതുപോലെ ഒന്ന് ഫിമിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് പുകയ്ക്കുക. അപ്പോൾ നമുക്ക് കുന്തിരിക്ക ഉപയോഗിച്ച് പുകയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിരട്ടക്കരിക്കകത്തേക്ക് ആര്യവേപ്പിലയും തുളസിയിലയും പനിക്കൂർക്കലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആ പുകയും വീടിനകത്ത് കൊള്ളിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ രാത്രിയൊക്കെ കിടക്കുന്ന സമയത്ത് ഫാനൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള മഫ്ലേഴ്സ് യൂസ് ചെയ്യുക. ടൈറ്റായിട്ടുള്ള മങ്കി ക്യാപ്സ് പോലത്തെ ഇതും ലൂസായിട്ടുള്ള മഫ്ലേഴ്സും ഒക്കെ യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ നല്ലതുപോലെ ഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിലും തണുപ്പടിക്കാത്ത പോലെ ഡ്രസ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ തന്നെ എത്ര കഠിനമായിട്ട് വന്ന കഫക്കെട്ടാണെങ്കിലും വെറും ഒരാഴ്ച കൊണ്ട് നല്ല റിസൾട്ടാണ്. എല്ലാ മാതാപിതാക്കളും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വലിയവർക്ക് തന്നെ നല്ല റിസൾട്ട് തരുന്ന കാര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു മരുന്നും കഴിക്കാതെ തന്നെ നിങ്ങൾക്ക് ഹെൽത്തിയായി ബേബീനെ കാണാൻ പറ്റും. എല്ലാ പാരൻസിനും അവരുടെ മക്കൾ നല്ല ഹെൽത്തിയായും ഹാപ്പിയായി ഇരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതിന് ഈ വീഡിയോ ഉപകാരപ്രദമാകും. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് എന്ത് ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയുള്ള ഡയറ്റ് കൊടുക്കണം എന്നൊക്കെ അറിയണമെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും നല്ല വീഡിയോസായിട്ട് നമ്മൾ കാണും. അതുവരേക്കും ബൈ.